ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ കിടലോ ഒരു ഐറ്റം ഉണ്ടാക്കിയല്ലോ. അതിനകത്ത് ഒരു സവാളയുടെ പകുതി പോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് റൗണ്ടിന് അരിഞ്ഞത്, പിന്നെ നമ്മുടെ തക്കാളിക്കല്ലേ, ഒരു ചെറിയ തക്കാളിക്കയുടെ പകുതി ഇതേപോലെ അരിഞ്ഞെടുത്ത് അതിലേക്ക് നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആശാനാണ് ദേ നമ്മുടെ കോഴിമുട്ട. ഇനി കോഴിമുട്ട ഇല്ലെങ്കിൽ താറാവ് മുട്ടയോ അല്ലെങ്കിൽ കാടമുട്ട, എന്ത് മുട്ടയായാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടി പൊട്ടിച്ച് ചീത്തിയിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. അതിൽ ഉപ്പൊക്കെ നല്ല രീതിക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതേ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടുന്ന രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വേറൊരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച്, വെളുത്തുള്ളി ഉണ്ടല്ലോ, സംഭവം ഇടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു കോള് വന്നതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് വെളുത്തുള്ളി, അതിലേക്ക് നമ്മുടെ കറിവേപ്പില കുനുകുനാന്നരിഞ്ഞ്, പിന്നെ നമ്മൾ നേരത്തെ സവാളയുടെ ബാക്കിയില്ലേ അതും ഇതേപോലെ കുനുകുനാന്നരിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റി കൊടുക്കണേ. എണ്ണ കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്രൈ പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി പോകുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ചുഴറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാതെ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ സംഭവം ഈ ഒരു സെറ്റപ്പിൽ കിട്ടും. ഇനി നമുക്ക് കഴിക്കാമെന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ വേണമെങ്കിലും കഴിക്കാം. വെറുതെ നമ്മുടെ കട്ടൻ ചായയല്ലേ അതുമായിട്ടാണെങ്കിലും കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയുടെ കൂടെ ആയിട്ടാണ് കഴിക്കുന്നത്. പൊറോട്ടയാണെങ്കിൽ ഒടുക്കത്തെ കട്ടി, ചൂടാണെങ്കിൽ മീൻസ് ആർത്തി മൂത്തിട്ട് അതിലേക്ക് കൈ വെച്ചതുകൊണ്ട് കേട്ടോ, ഭയങ്കര ചൂടായിരുന്നേ. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പൊറോട്ടയൊക്കെ മുറിച്ചെടുത്ത്, പൊറോട്ട എന്താ പറയുക, മറ്റേ റബ്ബർ ബന്ധ് പോലത്തെ പൊറോട്ടയായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എന്താ പറയുക അതിനെ മുറിച്ചെടുത്ത് കഴിച്ചു നോക്കി മക്കളെ, കിടിലോ ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.